അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ കുറച്ച് സമയം കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുക കേട്ടോ. തലയിലൊക്കെ എണ്ണ തേച്ചിട്ട് അപ്പോൾ ഒന്ന് താളി തേച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചിട്ട് താളി എടുക്കണം, ചെമ്പരത്തി താളി. ഒരുപാട് കാലത്തിന് ശേഷം താളിയൊക്കെ തേക്കണം. അപ്പോൾ ചെമ്പരത്തി പൂവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഇല മാത്രം എടുത്തിട്ട് താളി ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ഛന് പാടത്തേക്ക് പോയിരുന്നു. പാടത്ത് പോയിട്ട് വന്ന് ഇതൊക്കെ അമ്മൻ്റെ കൃഷി കേട്ടോ. അമ്മ ഇങ്ങനെ ഓരോ ചാക്കിൽ വീട്ടിലിടയിൽ ചാക്കിൽ ഓരോന്നാക്കിയിട്ട് കൃഷി ചെയ്തത് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ ചീര, പയർ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കും വീട്ടിലും പാടത്തൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ ഇവിടെ കോഴികളുണ്ടാവുകൊണ്ട് ഒരുവിധം കോഴികൾ തന്നെ നശിപ്പിക്കും, എന്നാലും ഉണ്ടാവും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ തലയിലിടുന്ന രാസനാദി പൊടി ഇട്ടത് നല്ല സ്മെല്ല്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അതിടുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു ഫീലാണ് അതിൻ്റെ സ്മെല്ലൊക്കെ തട്ടുമ്പോൾ. ഈ സമയത്താണ് ഞാൻ ഇതൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. എപ്പോഴും ജലദോഷമായതുകൊണ്ട് അതിടുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി പൊട്ടൊക്കെ ഇട്ട് കൺമഷിയൊക്കെ എഴുതി ചെറുതായിട്ടൊന്ന് ഒരുങ്ങി. അപ്പോൾ ഇതിന് വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല ഇളം വെയിൽ, പക്ഷെ ചൂടുണ്ടായിരുന്നില്ല. രാവിലത്തെ വെയിൽ കൊള്ളണം നല്ലതാണ് പറഞ്ഞിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി കുറച്ച് മേക്കപ്പ് ബോക്സ്. ഇതിൽ വല്ലാണ്ട് സാധനങ്ങളൊന്നും ഇല്ല. മോളുടെ കൺമഷി, ലിപ്സ്റ്റിക്ക് അപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നൊന്നുമില്ല. സിന്ദൂരാക്കിയിട്ട് അതിൻ്റെ മുകളിൽ സിന്ദൂരം ഇടലാട്ടോ. എന്നാലും ഇതിൻ്റെ നെറ്റിയിൽ നിൽക്കുള്ളൂ. വെറും സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റിയിൽ നിൽക്കില്ല. അതെന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരുപാട് നെറ്റിയുണ്ട്. അപ്പോൾ സിന്ദൂരം അറ്റക്ക് ഇട്ടാൽ നിൽക്കില്ല. ഇങ്ങനെ ട്യൂടെക്സ്, കൺമഷി, ഐബ്രോ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബോക്സിലുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇന്ന് ചായക്ക് കടിയായിട്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ രാഗി ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയില്ല, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ എന്നാൽ അതും പഴം പുഴുങ്ങുക പറഞ്ഞിട്ട് ഇന്നൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. ഇത് മതി, ഇതുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനത് അരച്ച് രാഗി വരകി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പഴമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. പഴമൊക്കെ രാവിലെ ആകുമ്പോഴേക്ക് അമ്മ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ പഴമൊക്കെ കൂട്ടി ഒരു ചായ കുടിച്ചതാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി രാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല രാഗിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ 2 അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിച്ചു. അങ്ങനെ കട്ടൻ ചായയും രാഗിയൊക്കെ കൂട്ടിയിട്ട് ഇളം വെയിൽ കൊണ്ടുവന്നു കേട്ടോ. സിറ്റൗട്ടിൽ ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കുന്നത്. അവിടെ ആകുമ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ടാവും, ചെറിയ വെയിൽ ഡയറക്റ്റായിട്ട് സിറ്റൗട്ടിൽ കയറും. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് ചായ ഒക്കെ കുടിക്കുന്നുണ്ടോ. ചായ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ അച്ഛൻ പാടത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് തൊഴിലുറപ്പിന് അപ്പോൾ ചോറ് കൊണ്ടുപോകണം പറഞ്ഞ് അപ്പോൾ ചോറാക്കി കൊടുക്കുന്നുണ്ടോ. ചോറും പിന്നെ ഇന്നലത്തെ മത്തി ഉണ്ടായിരുന്നു പൊരിച്ച്, അതുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ കറി ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെയാണ് പണി. പിന്നെ വീട്ടിലേക്ക് 10 മണിക്ക് വരാൻ ബുദ്ധിമുട്ടാകും പറഞ്ഞിട്ടാണ് അപ്പോൾ ചോറ് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുത്ത് ഇത് അച്ഛൻ്റെ തൊഴിലുറപ്പിൻ്റെ ബുക്കാട്ടോ. ചോറും വെള്ളവും ഫോണും ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ട് പണിക്ക് പറഞ്ഞേക്കാം കേട്ടോ. പുതിയ വാങ്ങിയതാ. അങ്ങനെ അച്ഛനെ റെഡിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കി കൊടുത്തു. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അമ്മക്ക് പിന്നെ അമ്മ പോയിട്ടുണ്ടായിരുന്നു, അമ്മക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയി. പിന്നെ അച്ഛനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ അച്ഛനും പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. ഇനി ചെറിയ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും